പ്രൈസ് ദ ലോർഡ്. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. പ്രിയമുള്ളവരെ, നമുക്ക് എല്ലാവർക്കും അറിയാം, ക്രിസ്തീയ ഭക്തി ഗാനങ്ങളിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതാണ് പഴയ ഗാനങ്ങൾ. പുതിയ ഗാനം നമ്മൾ പാടുന്നതോടൊപ്പം തന്നെ നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും പഴയ ഗാനങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും ആശ്വാസവും വിടുതലും നൽകാറുണ്ട്. 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം ജീവിച്ചിരുന്ന ഭക്തനായ ഒരു മനുഷ്യനായിരുന്നു കെ വി ചെറു എന്നറിയപ്പെടുന്നത്. പ്രിയ ദേവദാസൻ എഴുതിയ ഒരു ഗാനമാണ് ഇത്തരയിൽ എന്നെ സ്നേഹിപ്പാൻ എന്തുള്ളൂ ഞാൻ അപ്പനെ എന്നുള്ള ഗാനം. 23-ാമത്തെ വയസ്സിൽ മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിൽ ബൈബിൾ വായിക്കുകയും അന്ന് നമ്മളെപ്പോലെ ഗൂഗിളോ മറ്റുള്ള സംവിധാനങ്ങളോ ഒന്നും വചനം വായിക്കുവാനില്ലായിരുന്നു. എന്നാൽ അദ്ദേഹം അടുത്തുള്ള വീടുകളിൽ പോയി ബൈബിൾ കടമെടുത്ത് വായിക്കുകയും പഠിക്കുകയും അത് ധ്യാനിക്കുകയും അതിന് പ്രകാരം ജീവിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ ആ ഭക്തനായ മനുഷ്യൻ കഷ്ടങ്ങളുടെ നടുവിൽ തൻ്റെ പിതാവിൻ്റെ സ്വത്തോ പണമോ എല്ലാം മാറ്റി വെച്ചിട്ട് കർത്താവിന് വേണ്ടി ജീവിക്കുമെന്നുള്ള വിശ്വാസത്തോടെ തൻ്റെ ഭാര്യയെയും കുഞ്ഞുങ്ങളും ഒക്കെ വളരെയധികം നഷ്ടങ്ങളിലൂടെ കടന്നുപോയിട്ടും ആ ഭക്തനായ മനുഷ്യൻ അബ്രഹാമിനെ പോലെ ദൈവം കരുതുമെന്നുള്ള വിശ്വാസത്തോടെ ജീവിക്കുകയുണ്ടായി. പ്രിയ കെ വി ചെറു എന്നറിയപ്പെടുന്ന ഭക്തനായ മനുഷ്യൻ എഴുതിയ ഗാനം ഇപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം. ഇത്തരയിൽ എന്നെ ഇത്രമേൽ സ്നേഹിപ്പാൻ എന്തുള്ളൂ ഞാൻ അപ്പനെ നിന്റെ ഉദ്ധാരണത്തെ ഞാൻ ഓർത്തു ദിനം പ്രതി സന്തോഷിക്കും അത്യന്തം നിന്റെ ഉദ്ധാരണത്തെ ഞാൻ ഓർത്തു ദിനം പ്രതി സന്തോഷിക്കും അത്യന്തം. പുത്രന്റെ സ്നേഹത്തെ ക്രൂശിന്മേൽ കാണുമ്പോൾ ശത്രുഭയം തീരുന്നു. എന്നെ മിത്രമാക്കിയിടുവാൻ കാണിച്ച നിൻ കൃപ എത്ര മനോഹരമേ. എന്നെ മിത്രമാക്കിയിടുവാൻ കാണിച്ച നിൻ കൃപ എത്ര മനോഹരമേ. ഇത്തരയിൽ എന്നെ ഇത്രമേൽ സ്നേഹിപ്പാൻ എന്തുള്ളൂ ഞാൻ അപ്പനെ നിന്റെ ഉദ്ധാരണത്തെ ഞാൻ ഓർത്തു ദിനം പ്രതി സന്തോഷിക്കും അത്യന്തം നിന്റെ ഉദ്ധാരണത്തെ ഞാൻ ഓർത്തു ദിനം പ്രതി സന്തോഷിക്കും അത്യന്തം. ശത്രുവാമെന്നെ നിൻ പുത്രനാക്കിയിടുവാൻ പുത്രനെ തന്നല്ലോ നീ ദേവാ. ഇത്ര മഹാസ്നേഹം ഇത്തരയിലൊരു മർത്യനുമില്ല ദൃഢം ദേവാ. ഇത്ര മഹാസ്നേഹം ഇത്തരയിലൊരു മർത്യനുമില്ല ദൃഢം. ഇത്തരയിൽ എന്നെ ഇത്രമേൽ സ്നേഹിപ്പാൻ എന്തുള്ളൂ ഞാൻ അപ്പനെ നിന്റെ ഉദ്ധാരണത്തെ ഞാൻ ഓർത്തു ദിനം പ്രതി സന്തോഷിക്കും അത്യന്തം നിന്റെ ഉദ്ധാരണത്തെ ഞാൻ ഓർത്തു ദിനം പ്രതി സന്തോഷിക്കും അത്യന്തം നിന്റെ ഉദ്ധാരണത്തെ ഞാൻ ഓർത്തു ദിനം പ്രതി സന്തോഷിക്കും അത്യന്തം. അതേ പ്രിയമുള്ളവരെ, കെ വി ചെറു എന്നറിയപ്പെടുന്ന ഈ ഭക്തനായ മനുഷ്യനെ പോലെ നമുക്ക് സാഹചര്യങ്ങൾ കിട്ടുമ്പോഴൊക്കെ ദൈവവചനം വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും അതിൻ പ്രകാരം ജീവിക്കുകയും അനേക പ്രിയപ്പെട്ടവരെ ക്രിസ്തുവിലേക്ക് നേടുവാൻ നമ്മളെല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.